നമുക്കിന്നൊരു പഴംപൊരി ആയാലോ? ഒരുപാട് നാളുകളായി ഞാൻ ഇതുവരെ പഴംപൊരിയുടെ റെസിപ്പി ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. പഴംപൊരിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. എന്നാലും നമുക്ക് വീട്ടിലൊക്കെ നല്ല പഴുത്ത് കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും കഴിക്കാത്ത കുറച്ച് പഴങ്ങളൊക്കെ ഉണ്ടാവും. കണ്ടോ, അതിൻ്റെ പഴത്തിൻ്റെ ഗ്ലാമർ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു പഴം വെച്ചിട്ട് നല്ല അടിപൊളി പഴംപൊരി ഉണ്ടാക്കാം. പഴം വെച്ചിട്ട് ഒരുപാട് റെസിപ്പിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നല്ല സൂപ്പറായിട്ടുള്ളൊരു പഴംപൊരി ഉണ്ടാക്കാം. അപ്പോൾ പഴം തൊലിയൊക്കെ കളഞ്ഞിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത്തിരി ഈ ഒരു പഴുത്ത പഴം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം മാത്രം കുറച്ച് തടിയോടുകൂടി കട്ട് ചെയ്യുക. അതായത് ഒരു പീസ് നമ്മളിപ്പം തിന്നായിട്ട് അരിയുമ്പം 5-6 സ്ലൈസൊക്കെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഒരു പഴത്തിൻ്റെ ഒരു പകുതി 3 പീസാണ് ആക്കിയിരിക്കുന്നത്. അപ്പം അത്രയും തടിയിലുമാണ് എടുക്കാനായിട്ട്. കാരണം ഒരുപാട് പഴുത്ത പഴമാണല്ലോ. അപ്പം അത് പെട്ടെന്നിങ്ങനെ ഒടിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് തടിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3-4 പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. മൈദപ്പൊടിയുടെ കൂടെ തന്നെ വേറൊരു കുറച്ച് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ പത്തിരിപ്പൊടി ഉണ്ടാവില്ലേ, അത് കുറച്ച് ക്രിസ്പി ആയിട്ട്, പുറത്ത് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉള്ളിൽ നമ്മളിങ്ങനെ പൊളിക്കുമ്പോൾ നല്ല പഴുത്ത് നല്ല ഉടഞ്ഞ പഴമായിരിക്കും. അപ്പോൾ കുറച്ച് പത്തിരിപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിലർ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കും. ഞാനിവിടെ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്കതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. അപ്പോൾ ഈ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റ്നെസ് കിട്ടും. പുറത്ത് കുറച്ച് ഹാർഡായിട്ട്, അതായത് നമ്മുടെ അരിപ്പൊടി ഇട്ടതുകൊണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് എന്തായാലും നിങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കലക്കിയെടുക്കുന്ന സമയത്ത് വിസ്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വേണം കലക്കിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചൊക്കെ ഇങ്ങനെ കലക്കിയെടുക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് ഉടഞ്ഞു കിട്ടില്ല. അപ്പം വിസ്കാവുമ്പോൾ ഇങ്ങനെ അടിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം, അതായത് നല്ലതുപോലെ വെള്ളം പോലെ ആക്കരുത്. അപ്പം നമ്മൾ വെള്ളം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പഴം ഇങ്ങനെ മുക്കിയെടുത്ത് പൊരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ വേറെ, പഴമൊക്കെ വേറെ ആയിപ്പോവും. അപ്പോൾ ആവശ്യത്തിന് കട്ടി നമ്മുടെ ഈ വിരലൊന്ന് ജസ്റ്റ് ഞാൻ ഒരു കറക്റ്റ് അതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. അതായത് വിരലിങ്ങനെ മുക്കി എടുക്കുമ്പോൾ നമ്മൾ വിരലിൽ ആ പൊടി ഇങ്ങനെ കവറായി നിൽക്കണം. കണ്ടോ, ഇങ്ങനെ കവറായി നിൽക്കണം. ഈ ഒരു രീതിയാണ് നമ്മുടെ പഴം പൊരിക്ക് പറ്റിയത് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇത്തിരി കളർ ചേഞ്ചിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വെളുത്തിരിക്കും. അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു നേരിയ യെല്ലോ കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ബാറ്ററിന് ഒരു നേരിയ, നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവില്ല, ഒരു നേരിയൊരു യെല്ലോ കളർ ഉണ്ടാവും. ഇനി നമുക്ക് ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പഴുത്ത പഴമൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ പഴവും മുട്ടയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ചിക്കി എടുക്കില്ല, അതുപോലെ ആക്കി കൊടുക്കാം. അതല്ലാതെ പഴം വെച്ചിട്ട് അടയുണ്ടാക്കി കൊടുക്കാം. ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കേട്ടോ ഈ ഒരു പഴുത്ത പഴം വെച്ചിട്ട് ചെയ്യാനായിട്ട്. പിന്നെ പഴം വെച്ചിട്ട് തന്നെ നല്ല സ്വീറ്റായിട്ടുള്ള സ്വീറ്റ് ബോൾ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെയൊക്കെ പല സ്വീറ്റ്സ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവരും പിന്നെ ഒരുപാട് നാൾ ഒത്തിരി ഒന്ന് കറുത്ത് കഴിയുമ്പോൾ പിള്ളേർ ആ തൊലി കണ്ടു കഴിഞ്ഞാൽ പിന്നെ കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പിള്ളേർ കാണാതെ വേണം നമ്മളിത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പം നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് 2 വശവും കൂടെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് മറിച്ചിടാം കേട്ടോ. കണ്ടിപ്പം നന്നായിട്ട് ഫുള്ള് ആ പഴം ഒന്ന് അതിൻ്റെ ബാറ്റർ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പൊടി കലക്കണ സമയത്ത്
പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, വെള്ളം കൂടിപ്പോരുത്. നമ്മൾ വിരലിങ്ങനെ മുക്കിക്കഴിഞ്ഞാൽ ഒരു കട്ടി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ചെയ്ത് ശീലമുള്ളവർക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു പെട്ടെന്ന് കലക്കി പെട്ടെന്ന് ചുട്ടെടുക്കും. അപ്പോൾ അറിയാത്ത ഈ പുതിയ മക്കളുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് വിരലിങ്ങനെ ഡിപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ വിരലിങ്ങനെ പൊടിയൊക്കെ കവർ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ കറക്റ്റ് പൊടിയുടെ ആ ഒരു കട്ടി കേട്ടോ. അപ്പം നമ്മുടെ പഴംപൊരിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. മുട്ട ചേർക്കുക, അല്ലെങ്കിൽ ഇത്തിരി മുട്ട ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡർ ചേർക്കാം. അപ്പോൾ അടുത്ത ബാറ്ററും കൂടെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പം നന്നായിട്ട് നല്ല ചൂടോടുകൂടി തന്നെ ഇത്തിരി ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഈ ഒരു പഴുത്ത പഴം വെച്ച് അരിയുന്ന സമയത്ത് കുറച്ച് കട്ടിയിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്, നല്ല തിന്നായിട്ട് അരിയരുത്. അപ്പം അറിയാത്ത കുട്ടികളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പൊട്ടിച്ച് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിലത്തെ പഴമൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞ് ഇങ്ങനെ ഒരു നല്ല വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ടോ കണ്ടോ. അപ്പോൾ ട്രൈ ചെയ്തൊക്കെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.